പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് തടയാൻ 16 പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകളാണ് സർക്കാർ ബ്ലോക്ക് ചെയ്തത്. ഏപ്രിൽ 22-ന് കശ്മീരിലെ പഹൽഗാമിൽ 26 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വർദ്ധിച്ചുവന്ന പിരിമുറുക്കങ്ങളും സൈബർ അറ്റാക്കുകളും നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഈ നടപടി. പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഓരോ ദിവസവും പടച്ചുവിടുന്ന വ്യാജ വാർത്തകളുടെ ഒരു വേലിയേറ്റം തടയാൻ ഇതുകൊണ്ട് മാത്രമായില്ല. തെറ്റായതും പ്രകോപനപരമായതുമായ നിരവധി പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിലുടനീളം പ്രചരിക്കുന്നത്. എന്തിനേറെ ഇന്ത്യൻ സൈനികരെന്ന വ്യാജേന അക്കൗണ്ടുകൾ ഉണ്ടാക്കി പോസ്റ്റുകൾ ഇടുന്ന ഒരു യൂണിറ്റ് തന്നെ പ്രവർത്തിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇങ്ങനെ പടച്ചുവിട്ട വ്യാജ വാർത്തകളുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ 2 ഇന്ത്യൻ ചെക്ക് പോസ്റ്റുകൾ പാകിസ്ഥാൻ സൈന്യം നശിപ്പിച്ചതായി സൂചിപ്പിക്കുന്ന ഒരു പോസ്റ്റ് എക്സിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. കുന്നുകളിലുണ്ടായ തീപിടുത്തത്തിന്റെ ചിത്രവും ഈ പോസ്റ്റിനൊപ്പം ചേർത്തിരുന്നു. എന്നാൽ 2025-ൽ വടക്കൻ അയർലൻഡിലെ മോൺ പർവ്വതനിരകളിലുണ്ടായ കാട്ടുതീയുടെ ചിത്രമാണിതെന്ന് PTI കണ്ടെത്തി. ഈ സംഭവത്തിന് സൈനിക നടപടിയുമായി യാതൊരു ബന്ധവുമില്ല. ഏപ്രിൽ 27-ന് എക്സിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഈ ഫോട്ടോ ഇതുവരെ 54,000 പേരാണ് കണ്ടത്. ഇന്ത്യൻ സൈന്യം ജമ്മു കശ്മീരിലെ നിരപരാധികളായ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് അവരുടെ വീടുകൾ തകർത്തുവെന്ന അവകാശവാദവും തെറ്റാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ തീവ്രവാദികളുമായി ഈ പോസ്റ്റിന് ബന്ധമുണ്ടെന്ന് വാർത്താ ദൃശ്യങ്ങളും റിപ്പോർട്ടുകളും സ്ഥിരീകരിച്ചു. ഇന്ത്യൻ സൈനിക പോസ്റ്റ് പാകിസ്ഥാൻ ആക്രമിച്ച് നശിപ്പിച്ചു എന്ന തരത്തിലും പ്രചാരണമുണ്ടായി. 2020 മുതൽ ഇതേ വീഡിയോ ഇന്റർനെറ്റിൽ ലഭ്യമാണെന്നും LOCയിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ ഏതെങ്കിലും ആക്രമണവുമായി ഇതിന് ബന്ധമില്ലെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു കഴിഞ്ഞു. LOCയിൽ അടുത്തിടെ 4 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് അവകാശപ്പെടുന്ന ഒരു ചിത്രം യഥാർത്ഥത്തിൽ 2020-ൽ കശ്മീരിലെ ഹന്ദ്വാര പ്രദേശത്ത് നടന്ന ഒരു ഓപ്പറേഷനിൽ നിന്നുള്ളതാണ്. 18 മണിക്കൂർ നീണ്ടുനിന്ന തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനിൽ ഒരു കേണൽ, ഒരു മേജർ, ഒരു സബ് ഇൻസ്പെക്ടർ, 2 സൈനികർ എന്നിവരുൾപ്പെടെ 5 സുരക്ഷാ ഉദ്യോഗസ്ഥർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന്റെ പ്രതികാരമായി ചൈന ഇന്ത്യയിലേക്കുള്ള നദികൾ തടയുമെന്ന ആരോപണവും അടിസ്ഥാനരഹിതമാണ്. ഇന്ത്യയിലെയും പാശ്ചാത്യ ലോകത്തെയും പ്രമുഖ വാർത്താ വെബ്സൈറ്റുകൾ പരിശോധിച്ചാലും ഈ അവകാശവാദത്തെ ശരിവെക്കുന്ന വിവരങ്ങളോ വാർത്താ റിപ്പോർട്ടുകളോ ഒന്നും തന്നെ കണ്ടെത്താനാവില്ല. പഹൽഗാം ആക്രമണത്തിലെ സുരക്ഷാ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കുറ്റപ്പെടുത്തുന്ന ഒരു മുതിർന്ന ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥന്റെ വീഡിയോയും വ്യാജമാണ്. ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിലടക്കം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഒരു കെട്ടിടം മിസൈൽ ആക്രമണത്തിൽ തകർന്നതായി കാണിക്കുന്ന വീഡിയോ ക്ലിപ്പ് 2024-ൽ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ്. അല്ലാതെ POKയിലെ ഇന്ത്യൻ നടപടിയുമായി ഇതിന് ബന്ധമില്ല. പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പ്രതിദിനം 1000-ലധികം പോസ്റ്റുകളാണ് നീക്കം ചെയ്തു വരുന്നത്. ഇന്ത്യയുടെ പ്രതിരോധം, സുരക്ഷ, വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധം എന്നിവയെല്ലാം ബാധിക്കുന്ന തരത്തിലാണ് ഈ പോസ്റ്റുകളെല്ലാം പുറത്തു വരുന്നത്. ഇത്തരം പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ IT ആക്ടിലെ സെക്ഷൻ 69A പ്രകാരം കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം തടയുന്നതിന് അടച്ചിട്ട കിഷൻഗംഗ അണക്കെട്ട് തകർന്നുവെന്ന അവകാശവാദവുമായുള്ള പോസ്റ്റുകളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഈ വാദവും പൂർണ്ണമായും തെറ്റാണ്. ഇന്റർനെറ്റിലെ വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ സ്ഥിരമായി പുറത്തു കൊണ്ടുവരുന്ന ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റ് ഓൾട്ട് ന്യൂസും ഇതിനുവേണ്ടി നിരന്തര പരിശ്രമങ്ങൾ നടത്തിവരികയാണ്. എക്സിൽ ഇന്ത്യൻ സായുധ സേനാംഗങ്ങളായി വേഷം മാറി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ അക്കൗണ്ടുകളുടെ പട്ടിക ഓൾട്ട് ന്യൂസ് സഹസ്ഥാപകനും മാധ്യമപ്രവർത്തകനുമായ മുഹമ്മദ് സുബൈർ പങ്കുവച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ പ്രതികാര നടപടികളുടെ തെളിവായി പങ്കുവെക്കുന്ന ദൃശ്യങ്ങളിൽ പലതും പഴയ സംഭവങ്ങളുടേതാണ്. ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ വരെ ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള പഴയ ഫോട്ടോകളും സംഭവങ്ങളും എന്തിന് ഇറാനിൽ നിന്നുള്ളതുവരെ സൈനിക നടപടി എന്ന പേരിൽ പ്രചരിച്ചു വരികയാണ്. അതിനാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ കുറച്ചധികം ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമായി കഴിഞ്ഞു. കണ്ണിൽ കാണുന്നതൊക്കെ ഷെയർ ചെയ്യുന്നതിന് മുൻപ് അത് സത്യമായിരിക്കുമോ എന്ന് കൂടി ചിന്തിക്കുക.